കൃഷ്ണകൃപാസാഗരം. മായക്കണ്ണ, നീ എവിടെയാണ്? ഞങ്ങളെ ഇട്ട് കളിപ്പിക്കാതെ മുന്നിലേക്ക് വരൂ. മതി കൂട്ടരെ, നമുക്ക് കുളിച്ചു കയറാം. തണുപ്പാണെങ്കിൽ അസഹനീയം. അയ്യോ, കരയിൽ അഴിച്ചു വെച്ച നമ്മുടെ തുണികൾ കാണുന്നില്ലല്ലോ. ഏയ്, ഇതെങ്ങനെ നമ്മുടെ തുണികൾ എവിടെ പോയി? നമ്മളിനി കുളിച്ചെങ്ങനെ കയറും? നോക്കൂ കൂട്ടരെ, ദാ അവിടേക്ക്, ആ വൃക്ഷശിഖരത്തിലേക്ക്. നമ്മളിനി എന്ത് ചെയ്യും? ഇങ്ങനൊരു അബദ്ധം ആര് പ്രതീക്ഷിച്ചു? തണുത്തിട്ട് വയ്യ. ഭാഗ്യം, ഇതാ ഒരു കിഴവൻ വരുന്നു. നമുക്ക് അദ്ദേഹത്തോട് സഹായിക്കാൻ പറയാം. ഛേ, അദ്ദേഹത്തോട് എങ്ങനെ പറയും? ഈ കോലത്തിൽ വെള്ളത്തിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥിതി ഓർത്താൽ എടുത്തു തരാൻ പറയുക തന്നെ, അല്ലാതെ വേറെന്ത് വഴി? വൃദ്ധനായ അദ്ദേഹം എങ്ങനെ മരത്തിൽ കയറും? കയ്യിലൊരു ഊന്നുവടിയില്ലേ, ആ വടി കൊണ്ട് തോണ്ടിയെടുത്തു തരാൻ പറയണം. അമ്മാവാ, അമ്മാവാ, ആ അമ്മാവന് കാത് കേക്കില്ലെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നമുക്ക് വെറുതെ തോന്നിയതാവാം. നമ്മുടെ കണ്ണുകൾക്ക് എന്ത് കണ്ടാലും അത് കണ്ണൻ തന്നെ. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം എന്നല്ലേ ചൊല്ല്. പക്ഷെ ആ കണ്ണന് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സില്ലല്ലോ. ഗോപികളെ, നിങ്ങളുടെ മനസ്സിലുള്ള കണ്ണൻ നിങ്ങളുടെ കൺമുൻപിൽ തന്നെയുണ്ട്. കേട്ടത് കണ്ണന്റെ ശബ്ദം തന്നെയല്ലേ? അതെ, ഞാനും കേട്ടു. കണ്ണൻ ഇവിടെ എങ്ങാനും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഒളിഞ്ഞും മറഞ്ഞു നിൽക്കുന്നത് എന്റെ ശീലമല്ല. ഞാൻ എന്നും എവിടെയും കൺമുന്നിൽ തന്നെയാണ്. എന്നാലും ഈ കളി കുറെ ക്രൂരമായി പോയി കണ്ണ. ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? മാപ്പർഹിക്കാത്ത അപരാധം നിങ്ങൾ ചെയ്തത് അതാണ്. നമ്മുടെ കണ്ണൻ തന്നെയാണോ ഈ പറയുന്നത്? കണ്ണ, അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു അപരാധം ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനിങ്ങനെ കുറ്റപ്പെടുത്തണം? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളവർ കയറി വരൂ. എന്തിനു മടിക്കണം? ബോധ്യമുണ്ടെങ്കിൽ കയറി വരാം. കണ്ണ, ഇതെന്ത് ന്യായം? ഞങ്ങളുടെ വസ്ത്രങ്ങൾ അത് അവിടെയല്ലേ? കണ്ണ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ, തണുത്ത് വിറയ്ക്കുന്നു. ഞങ്ങളുടെ അല്പം ദയവ് കാണിക്കൂ കണ്ണ. ഞങ്ങൾ കാല് പിടിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ. ഗോപികളെ, ഇത്ര ബുദ്ധിശൂന്യത പാടില്ലായിരുന്നു. നിങ്ങൾ നീരാടുന്ന ഈ നദി, ഈ ജലം പവിത്രമാണ്, പാവനമാണ്. നിങ്ങൾ വെറും ശിശുക്കളല്ല, പ്രായവും പക്വതയും തികഞ്ഞവരാണ്. വിവസ്ത്രരായി നീരാടുമ്പോൾ നിങ്ങൾ അശുദ്ധമാക്കുന്നത്
പാവനമായ ഈ നദിയെ തന്നെയാണ്. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഈ അബദ്ധം പിണയില്ല കണ്ണ. ആ സമാധാനം കൊണ്ടായില്ല. പൊറുക്കണം കണ്ണ, ഇതുപോലൊരു തെറ്റ് ഇനി ആവർത്തിക്കില്ല. കണ്ണ, ദയവ് ചെയ്തൊന്ന് കണ്ണടയ്ക്കണേ. എന്തിനു ഗോപികളെ? ഞങ്ങൾ ഞങ്ങൾ ഓ, മനസ്സിലായി. ഗോപികളെ, നിങ്ങൾ ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രായത്തെക്കുറിച്ചും. ദേഹത്തെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചും ചിന്തിക്കുന്നവർക്ക് ഭഗവത് ദർശനം വെറും ആകാശകുസുമം മാത്രം. ആ ഭേദചിന്തകൾ മനസ്സിലുള്ളിടത്തോളം ഭഗവാൻ കൺമുന്നിൽ വന്നാലും കാണാനാവില്ല. കണ്ണനെ ഭഗവാനായി ദർശിക്കണമെങ്കിൽ ദേഹാഭിമാനം വെടിയൂ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മറക്കൂ. ജീവാത്മാവ് പരമാത്മാവിനെ ദർശിക്കുന്നതിൽ എന്തിനു ലജ്ജിക്കണം, എന്തിനു ഭയപ്പെടണം? അറിയാതെ വന്നു ഭവിച്ച തെറ്റ് എന്ന് മനസ്സിൽ ഉരുവിടൂ. ഇരുകരങ്ങളും തൊഴുകയായി ശിരസിൽ വെച്ച് കയറി വരൂ. അതിനു മുൻപ് പുണ്യവതിയും ആദിത്യപുത്രിയുമായ യമുനാ നദിയോട് മാപ്പപേക്ഷിക്കൂ. ക്ഷമിക്കണം കണ്ണ, ഞങ്ങൾ അത്രയൊന്നും. ഞങ്ങൾ വിവസ്ത്രരാണെന്ന ബോധം ഞങ്ങളെ. കണ്ണ, ഞങ്ങൾ കെഞ്ചി കേൾക്കുന്നു, വസ്ത്രം തരൂ. നിങ്ങൾ ഇപ്പോഴും ഭയപ്പെടുന്നു. ആദ്യം എന്നിൽ വിശ്വസിക്കൂ. ദേഹാഭിമാനം വെടിഞ്ഞ് ഞാൻ എന്ന ബോധം മറന്ന് എന്നെ തന്നെ മനസ്സിൽ നിരൂപിച്ച് കയറി വരൂ. നിങ്ങളുടെ ആത്മാഭിമാനം ഞാൻ രക്ഷിക്കും. കണ്ണ, എന്ത് വിനോദമാണിത്! ഗോപികളായ ഞങ്ങളെ, ഗോകുലത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങളെ എന്തിനീ രൂപത്തിലാക്കി? ഞങ്ങൾക്ക് ഈ രൂപം എങ്ങനെ വന്നു ചേർന്നു? നോക്കൂ, എന്നെ നന്നായിട്ടൊന്ന് ഉറ്റുനോക്കൂ. രാമരാമ, പുരുഷോത്തമ, കാലങ്ങളായി അങ്ങയുടെ ദർശനത്തിനെ കുറിച്ച് ഞങ്ങളുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. മഹർഷി വര്യരെ, കഴിഞ്ഞ അവതാരത്തിന്റെ തുടർച്ചയാണിത്. പോയ അവതാരത്തിൽ രാമനായി ജന്മമെടുത്ത എന്നെ തൊടാനും എന്നോടൊപ്പം കേളിയാടാനും പ്രാർത്ഥിച്ച നിങ്ങളുടെ അഭീഷ്ടം കൃഷ്ണാവതാരത്തിൽ നിറവേറ്റുമെന്ന് ഞാൻ വാഗ്ദാനം നൽകിയിരുന്നു. അതനുസരിച്ചാണ് നിങ്ങൾ ഗോപികമാരായും ഗോപന്മാരായും ജന്മമെടുത്തതും എന്നോടൊപ്പം അടുത്തിടപഴകിയതും. എൻ്റെ വാക്ക് പാലിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഈ വസ്ത്രാപഹരണ നാടകം ഞാൻ നടത്തിയത്. ആദ്യകാലത്തിലിരുന്നേ ആരംഭിച്ച പ്രേമഭക്തിയുടെ വെളിപാടാണ് ഈ കൃഷ്ണ ഗോപിക ഗോപാലക ബന്ധം. മഹർഷി വര്യരെ,
ഇനി ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വിധിക്കപ്പെട്ട വസ്ത്രങ്ങൾ തിരിച്ചെടുക്കാം. നിങ്ങൾ വീണ്ടും ഗോപികളായി മാറട്ടെ. വരൂ അരിഷ്ടാസുര, വരൂ. അങ്ങ് കൽപ്പിച്ചാലും പ്രഭോ. പുറപ്പെടൂ അരിഷ്ടാസുര. നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന ആ കരട് എന്നേക്കുമായി അന്ത്യം കുറിക്കൂ. അങ്ങയെ വേട്ടയാടുന്ന പേക്കിനാവ് ഇതോടെ അവസാനിച്ചതായി അങ്ങേക്ക് ഉറപ്പിക്കാം പ്രഭോ. കേവലം വാക്കുകളും ഉറപ്പുകളുമല്ല നമുക്ക് ആവശ്യം. നാം എന്തിച്ഛിക്കുന്നുവോ അത് സംഭവിച്ചിരിക്കണം. അതിനപ്പുറവും ഇപ്പുറവും നമുക്ക് ആവശ്യമില്ല. പ്രഭോ, ഇത്ര നാളും അങ്ങയുടെ കൽപ്പനയ്ക്ക് വേണ്ടി മാത്രമാണ് അടിയൻ കാത്തിരുന്നത്. ഭൂമിയെപ്പോലും പിച്ചി ചീന്തുന്ന വജ്രായുധത്തെക്കാൾ മൂർച്ചയുള്ള എന്റെ കുളമ്പുകൾക്കിടയിൽ ആ കാലിച്ചെറുക്കനെ ചവിട്ടി ജനിച്ച് അതെ അവന്റെ കഥയൊടുക്കാൻ ആ ഭാഗ്യം എനിക്ക് തന്നതിന് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്ന പ്രഭോ. അരിഷ്ടാസുര, നിർത്തൂ. വിജയഭേരി മുഴക്കുന്ന ഈ അട്ടഹാസം ഓരോ തവണയും അതിന്റെ ഉന്മാദ ലഹരിയിൽ ഞാനും സ്വയം മറന്നു നിന്നതാണ്. പക്ഷേ ഓരോന്നും അവസാനത്തേതായിരുന്നു എന്ന സത്യം അത് ഓർമ്മ വേണം. അരിഷ്ടാസുര, നിന്റെ പരാക്രമങ്ങളിൽ നമുക്ക് അശേഷം സന്ദേഹമുണ്ടായിട്ടല്ല. എങ്കിലും ഓർമ്മ വന്നുപോയി, ഓർമ്മിപ്പിച്ചു, അത്രമാത്രം. ഇതാണ് അങ്ങയെ പീഡിപ്പിക്കുന്നതെങ്കിൽ അങ്ങതെന്നേക്കുമായി മറന്നേക്ക് പ്രഭോ. പിഴയ്ക്കാത്ത കണക്കുമായിയാണ് ഈ അരിഷ്ടാസുരന്റെ യാത്ര. നല്ലത് അരിഷ്ടാസുര, നല്ലത്. ഇതിനു മുമ്പ് പോയ ധീരപരാക്രമികളായ നമ്മുടെ അസുരന്മാരെല്ലാം കൃഷ്ണനെ വെറും ബാലകൻ എന്ന ലാഘവ ചിന്തയോടെയാണ് നേരിട്ടത്. ആ തെറ്റിന് കൊടുക്കേണ്ടി വന്ന വില ഇത്തവണ ആവർത്തിക്കില്ല. ഇതെനിക്ക് വെറും നിഗ്രഹ ദൗത്യം മാത്രമല്ല, പ്രതികാരത്തിന്റെ മുഹൂർത്തം കൂടിയാണ് പ്രഭു. മഹാമേരുവിനെ പോലും കൊമ്പിൽ കോർത്ത് തകർത്തെറിയുന്ന ഈ അരിഷ്ടന് അവനൊരു പ്രതിയോഗി പോലും ആവില്ല. നിശ്ചയം പ്രഭു, നിശ്ചയം. നാം കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ അതെ, അതിത് തന്നെയാണ്. അരിഷ്ടാസുര, കൃത്യനിർവഹണം നടക്കട്ടെ, നിഗ്രഹം നടക്കട്ടെ. കാത്തിരിക്കൂ പ്രഭു. സൂര്യാസ്തമയത്തിന് മുമ്പ് അങ്ങ് കേൾക്കാൻ കൊതിക്കുന്ന ആ സന്തോഷ വാർത്തയുമായിട്ടാണ് അരിഷ്ടൻ ഇനി മടങ്ങി വരുന്നത്. വിട നൽകിയാലും പ്രഭു. ഉടനെ ലാപ്പ് പിടിക്കും. ഈ കൂറ്റങ്കാള എവിടെന്ന് വന്നു? ഈ പരിസരത്തൊന്നും ഇതേവരെ കണ്ടിട്ടില്ലല്ലോ, അല്ലേ? നമ്മുടെ പശുക്കളെല്ലാം അത് കൊല്ലുക തന്നെ ചെയ്യും. അവയെ രക്ഷിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാനാവുക? വാ, കണ്ണനോട് പറയാം.
രക്ഷിക്കണേ കണ്ണ. എന്തുണ്ടായി? നിങ്ങൾ എല്ലാവരും വളരെ പരിഭ്രാന്തരായിരിക്കുന്നല്ലോ. ഒരു കൂറ്റം കാള നമ്മുടെ പശുക്കളെല്ലാം ഉപദ്രവിക്കുകയാണ്. അതിന്റെ പരാക്രമത്തിലും കുത്തേറ്റ് നമ്മുടെ പശുക്കൾ പ്രാണം വെടിയും എന്നത് നിശ്ചയം. കൃഷ്ണ, എന്താണ് ചെയ്യുക? ആരും വിവശരാവാതെ എല്ലാവരും എന്റെ കൂടെ വരൂ. കണ്ണൻ ഗോപികളെ ഉപദേശിക്കുന്നു. ഗോപികളെ, നിങ്ങൾ ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രായത്തെക്കുറിച്ചും. ഈ ഭേദചിന്ത തടസ്സമാകുന്നതോ ഭഗവത് ദർശനത്തിനും. ഞാൻ, എൻ്റെ ശരീരം എന്ന അഹംബോധമാണ് ഇവിടെ വിവക്ഷിതം. ഈ ഭേദചിന്ത നിലനിൽക്കെ ആർക്കായാലും പരമാത്മാവിന്റെ ദർശനം അസാധ്യമാണെന്നും ഭിന്നത കാണുന്നത് അജ്ഞാന ബുദ്ധിയാണ്, അജ്ഞാന ഗേഹമീ ദേഹം എന്ന വചനമാണ് ഇവിടെ അന്വർത്ഥമാവുന്നത്.